ഹായ് ഫ്രണ്ട്സ്, എയർടെൽ മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആസാദ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിൻഡോസ് 11 കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വിൻഡോസ് 11 എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ വിൻഡോസ് 11 ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇത് ബീറ്റ വേർഷനാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇറങ്ങുന്നവരെ കാത്തിരിക്കാം. അപ്പോൾ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പി സി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും, അത് കേപ്പബിൾ ആണോ. പഴയതുപോലെ തന്നെ വിൻഡോസ് 7 നിന്ന് വിൻഡോസ് 10 അപ്ഗ്രേഡ് ചെയ്തതുപോലെ തന്നെ ഇത് വിൻഡോസ് 10 നിന്നും വിൻഡോസ് 11 ഫ്രീ ആയിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പി സി ഇത് കേപ്പബിൾ ആണോ എന്നറിയാൻ വേണ്ടി ഉള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അത് ഡയറക്റ്റ് ലിങ്കാണ്. നിങ്ങൾ ഡയറക്റ്റ് ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ പി സിയുടെ കോൺഫിഗറേഷൻ ഇതിൽ കേപ്പബിൾ ആണോ. ടിക്ക് മാർക്ക് ഉണ്ടാവും. കേപ്പബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിന് പുറമെ www.softpedia.com എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പി സി ഹെൽത്ത് ചെക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഫുൾ ഡീറ്റെയിൽ, നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കേപ്പബിൾ ആണെങ്കിൽ അതിൽ ടിക്ക് മാർക്ക് ഉണ്ടാവും, കേപ്പബിൾ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക്